ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ചില രുചികൾ എത്ര കാലം കഴിഞ്ഞാലും നമ്മുടെ മനസ്സിലുണ്ടാവും. ഇപ്പോൾ ഒരുപാട് കാലം മുമ്പ് നമ്മൾ കഴിച്ചിട്ടുള്ളൊരു ഫുഡാണെങ്കിലും ഒരിക്കലേ കഴിച്ചിട്ടുള്ളൂ എങ്കിലും അത് അത്രയും ടേസ്റ്റി ആണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് നമ്മുടെ നാവിൽ നിന്ന് ഒരിക്കലും പോവില്ല. അപ്പോൾ അത്തരത്തിൽ എനിക്ക് ഒരുപാട് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ വെറൈറ്റി അച്ചാറാണ് ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. ഒരു സ്പെഷ്യൽ വെണ്ടക്ക അച്ചാർ. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പാൻ ചൂടാക്കാം. പാൻ നന്നായി ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് 5-6 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്യാം. വെളിച്ചെണ്ണ വേണമെങ്കിൽ അത് ആഡ് ചെയ്യാം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഓയിലായാലും കുഴപ്പമില്ല. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഒരു ചെറിയ ടേബിൾ സ്പൂൺ കടുക്, ചെറിയ ടേബിൾ സ്പൂൺ ഉലുവ, ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് പൊട്ടിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ അച്ചാർ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. പിന്നെ മറ്റുള്ള അച്ചാറുകളെ പോലെ ഒരുപാട് ദിവസം ഇത് സെറ്റാവാൻ വേണ്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. കൂടിപ്പോയ 3-4 മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഈ അച്ചാർ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഉള്ളി നന്നായി ഒന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് നമുക്കിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ഉള്ളി നന്നായി ഒന്ന് വഴന്നു വരുമ്പോൾ നമുക്കിതിലേക്ക് 4 വലിയ ടേബിൾ സ്പൂൺ നന്നായി ക്രഷ് ചെയ്തെടുത്ത ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതും കൂടി ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ മുളക് പൊടി കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതെല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിന് കായം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഈ അച്ചാറിൽ വെണ്ടയ്ക്കെല്ലാം സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്, അതായത് തീരെ ഒരു സ്റ്റിക്കിനെസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി നന്നായി കട്ടിയിൽ പിഴിഞ്ഞെടുത്തത്, വെള്ളത്തിൽ നന്നായി കട്ട് ചെയ്ത് പിഴിഞ്ഞെടുത്തിട്ടുള്ളത് അതും കൂടിയിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഈ പുളിയൊന്ന് നന്നായി തിക്കായി വരുന്ന വരെ വറ്റിച്ചെടുക്കാം. ഇപ്പോൾ നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ചെരിച്ച് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടക്ക കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. വെണ്ടക്ക ചേർത്ത് കഴിഞ്ഞാൽ അധികം നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വിനീഗർ കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു മധുരത്തിന് വേണ്ടിയിട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് അതിൻ്റെ ആവശ്യാനുസരണം ഉപ്പും പഞ്ചസാര അതേപോലെ വിനീഗറും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. 3-4 മണിക്കൂറിന് ശേഷം നമുക്കിത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ സ്കൂളിലും കോളേജിലൊക്കെ നമ്മൾ ഫ്രണ്ട്സുമായിട്ട് ഫുഡ് ഷെയർ ചെയ്ത് കഴിക്കുമ്പോൾ അങ്ങനെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ള എൻ്റെ ഫ്രണ്ട് കൊണ്ടുവന്ന ഒരു സ്പെഷ്യൽ അച്ചാറാണിത്. അപ്പോൾ ഇതൊരു നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെറൈറ്റി അച്ചാർ തന്നെയാണ്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ്സ് അറിയിക്കണം. ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.